പ്രതിഭ എം.എൽ.എയുടെ മകനെ കഴിഞ്ഞ ദിവസം കഞ്ചാവ് കേസിൽ പൊക്കിയത് വാർത്തയായതിനു പിന്നാലെ ന്യായീകരണവുമായി എം.എൽ.എ തന്നെ രംഗത്ത് വന്നിരുന്നു. കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയ വിഷയത്തിൽ 3 തരം കാർഡുകളാണ് അന്നേ ദിവസം മുതൽ എം.എൽ.എ ഇറക്കാൻ ശ്രമിച്ചത്. അതിലൊന്ന് സ്വാഭാവികമായും താൻ CPM എം.എൽ.എ ആയതുകൊണ്ട് മാധ്യമങ്ങൾ വ്യാജ പ്രചാരണം നടത്തുന്നു എന്നതായിരുന്നു. രണ്ടാമത്തേത് താൻ ഒരു വനിതാ പൊതുപ്രവർത്തകയാണ് എന്നതും. മൂന്നാമത്തേതാകട്ടെ അത്യാവശ്യം സെന്റിമെന്റൽ തലങ്ങളുള്ള താൻ ഒരു അമ്മയാണ് എന്ന കാർഡായിരുന്നു. പക്ഷേ അതുവരെ എം.എൽ.എ നടത്തിയ ന്യായീകരണങ്ങളെ എല്ലാം പൊളിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കേസിലെ FIRന്റെ കോപ്പി. FIR പ്രകാരം എം.എൽ.എയുടെ മകൻ കനിവ് കേസിലെ 9ാം പ്രതിയാണ്. എം.എൽ.എ പറയുന്നത് പോലെ കൂട്ടം കൂടി ഇരുന്നതിനോ പുകവലിച്ചതിനോ ഒന്നുമല്ല കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. കനിവിന്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് ചില സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. 1 കഞ്ചാവ് 3 ഗ്രാം, 2 കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം 500 മില്ലിഗ്രാം, 3 പള്ളഭാഗത്ത് ദ്വാരമുള്ള 200 ml പ്ലാസ്റ്റിക് കുപ്പിയും പച്ച പപ്പായ തണ്ടും. ഇതൊക്കെയാണ് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തതായി FIRൽ പറയുന്നത്. FIR പുറത്തു വന്നതോടെ പക്ഷെ ആദ്യത്തെ 3 കാർഡും വർക്കൗട്ട് ആവാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് കൊണ്ടാവണം ഒരു ചാനലിന്റെ റിപ്പോർട്ടറെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് നേരിട്ട് മുസ്ലിം കാർഡിൽ വിഷയത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് പ്രസ്തുത MLA. മതപരമായ ചില ചിന്തകൾ തന്റെ സുഹൃത്തു കൂടിയായ റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ടാണത്രേ മകനെതിരായ വാർത്ത കൊടുക്കുന്നത് എന്ന് പച്ചയായി FB ലൈവിൽ വന്ന് അവർ പറയുന്നു. കേരളത്തിലെ കൈരളി ഒഴികെയുള്ള എല്ലാ ദൃശ്യ മാധ്യമങ്ങളും MLAയുടെ മകന്റെ മുരിങ്ങയില കേസ് ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക മാധ്യമങ്ങളും ആ വിഷയത്തിൽ MLAയുടെ പ്രതികരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് FIRന്റെ കോപ്പി കിട്ടിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും MLAയുടെ വാദഗതി പൊളിഞ്ഞ കാര്യവും അവർ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതൊരു ചാനൽ ചെയ്തത് മാത്രം തങ്ങളുടെ മതപരമായ അസഹിഷ്ണുതയുടെ പുറത്താണെന്ന കണ്ടുപിടുത്തമാണ് പ്രതിഭ MLA നടത്തിയിട്ടുള്ളത്. CPM എന്ന പാർട്ടിയും അതിന്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരും എത്തി നിൽക്കുന്ന ഇസ്ലാമോഫോബിയയെ സംബന്ധിച്ച് പലവരും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോഴാണ് മുസ്ലിങ്ങൾ തീരെ കുറവല്ലാത്ത മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധി തന്റെ മകന്റെ കഞ്ചാവ് കേസിനെ പോലും മറികടക്കാനായി അതേ ഇസ്ലാമോഫോബിയയെ ഉപയോഗിക്കുന്ന ഏറ്റവും ഒരു വൃത്തികെട്ട കാഴ്ച നാം കാണുന്നത്. മതേതരത്വം വിളിച്ചു പോവുകയും നേർവിപരീതമായ കാര്യങ്ങൾ ചെയ്യുക എന്നതുമാണ് CPMന്റെ പണ്ട് മുതലേ ഉള്ള ശീലം. കഞ്ചാവിൽ കുരുങ്ങിപ്പോയ യുവാക്കളെ നമുക്ക് എക്സൈസ് വകുപ്പിന്റെ തന്നെ വിമുക്തി ഡി അഡിക്ഷൻ പ്രോഗ്രാമുകളിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാം. പക്ഷെ കഞ്ചാവിനേക്കാൾ മാരകമായ വർഗീയ വിഷം പേറി ജീവിക്കേണ്ടി വരുന്ന പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ഏത് സെന്ററിലേക്ക് അയച്ചാലാണ് മതേതര കേരളത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കുക എന്നാണ് അറിയാത്തത്.